ഇവിടെ 5 മണിയിലെ പറ വന്നായിരുന്നു. അപ്പോൾ ഇന്നലെ സന്ധ്യ ആയപ്പോഴത്തേക്കും ലൈറ്റൊക്കെ സെറ്റ് ചെയ്തതാണ്. ഇന്ന് രാവിലെയാണ് വന്നത്. ഒരേ കളർ 2 ഡ്രസ്സ് എനിക്ക് ഡോക്ടറെ കാണാൻ പോകണമായിരുന്നു. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പോയായിരുന്നു. അപ്പോൾ രാവിലെ അതുകൊണ്ട് കറിയൊക്കെ വെച്ചതുണ്ട്. മീൻകറി ഇന്നലെ മേടിച്ച മീൻകറി ഉണ്ടായിരുന്നു. മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അതൊക്കെ ചെയ്തിട്ടാണ് പോയത്. പിന്നെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അച്ചിങ്ങ മെഴുക്ക് വരട്ടി അത് പിള്ളേരുണ്ടാക്കിയായിരുന്നു രാവിലെ. ഇതൊക്കെ ചെയ്തിട്ടാണ് അവരും പോയത്. പിന്നെ അവർ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പോയില്ല. ചമ്മന്തിയൊക്കെ ചമ്മന്തി അരച്ചത് മെഴുക്ക് വരട്ടിയാണ് അവർ കൊണ്ടുപോയിരുന്നത്. ഇതൊന്നും വെക്കാനൊന്നും നേരം കിട്ടിയൊന്നുമില്ലായിരുന്നു. ജാറിൽ തന്നെ ഇരിക്കും. എടുത്ത് വെക്കാനൊന്നും പിള്ളേർക്ക് നേരം കിട്ടിയില്ല. അവർക്ക് 8 മണി കഴിയുമ്പോൾ പോകണമല്ലോ. പിന്നെ അപ്പം ഉണ്ടാക്കിയായിരുന്നു. അതൊക്കെ ആയിരുന്നു ഇന്ന് രാവിലത്തെ പരിപാടികൾ. പിന്നെ ഈ പറഞ്ഞ പോലെ നെല്ലിക്കയൊക്കെ ഇരിക്കണതുകൊണ്ട് അതൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയായിരുന്നു. ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. ടാറ്റ കൊടുത്താൽ മതി. ടാറ്റ കൊടുത്തേ. ചോറുണ്ട് നമുക്ക് നോക്കി കറിയെന്താ. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചുവിനെയൊക്കെ പോയി കൊണ്ടുവന്നു. ഞങ്ങൾ 12:30 ആയി വന്നപ്പോഴത്തേക്കും. ഇച്ചുകൂടെ കൊണ്ടുവന്നിട്ട് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചത്. അപ്പോൾ ഇന്നലെ പറ വരുമായിരുന്നു. ഇന്ന് രാവിലെയാണ് വന്നത്. ഇന്നലെ ഒരുക്കങ്ങളായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾക്കത് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അത് മേളിൽ പറക്കണത് ഹെലികോപ്റ്റർ പറക്കണത് ഞങ്ങളവിടെ നെട്ടൂർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ റോട്ടിലോട്ട് ഇറങ്ങി വണ്ടി വരാൻ വേണ്ടി നോക്കിയിരിക്കണം. അന്നേരം മേളിൽ ഭയങ്കര കറക്കം. എന്തിൻ്റെ ആയിരുന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി വട്ടം മുകളിൽ കറങ്ങിക്കൊണ്ട്